RRB എക്സാമുകൾ എടുത്തു കഴിഞ്ഞാൽ മോക്ക് എക്സാമിന്റെ പ്രാധാന്യം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ മോക്ക് എക്സാം ചെയ്യുമ്പോൾ ഒരു റിയൽ എക്സാം ഇന്റർഫേസ് ആണെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും അല്ലേ സാർ? തീർച്ചയായിട്ടും. യെസ്. സോ അങ്ങനെ ഒരു സെന്ററിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, അങ്ങനെയുള്ള ആ ഒരു എക്സാം എൻവയൺമെന്റിനോട് നന്നായിട്ട് അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി ഇന്ന് നമ്മൾ കോഴിക്കോട് അയോൺ ഡിജിറ്റൽ സെന്ററിൽ പിള്ളേരെ എക്സാം എഴുതുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് എക്സാം എഴുതി ഇപ്പോൾ ഇറങ്ങി വരും. നമുക്ക് അവരോട് എക്സാമിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ എക്സാം? കുഴപ്പമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെക്കാട്ടി നോക്കുമ്പോൾ കുറച്ചൊരു ലെവൽ കൂടിയ പോലെ തോന്നിയത്. എക്സാം കുഴപ്പമില്ല, എനിക്ക് കുറച്ച് ടഫ് ആയിരുന്നു. കാരണം GK ഒക്കെ കുറച്ച് കറണ്ട് അഫയേഴ്സ് കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് ടഫ് ആയിരുന്നു. കഴിഞ്ഞ CBT വെച്ച് നോക്കുമ്പോൾ GK കുറച്ചും കൂടി സിമ്പിൾ ആയിരുന്നു. 2025 ആണെങ്കിൽ കൂടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതുവരെ നമ്മൾ കവർ ചെയ്യാത്തൊരു ഏരിയ പോലെയൊക്കെ തോന്നി. കഴിഞ്ഞ എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ തവണ വന്ന പ്രശ്നങ്ങളൊക്കെ ഈ തവണ കുറയ്ക്കാൻ പറ്റിയോ? കുറച്ച് കാൽക്കുലേഷൻ സ്പീഡൊക്കെ കൂട്ടിയിട്ട് മാത്സിലുള്ള ടൈം കുറച്ച് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എക്സാം ആദ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് ഫീൽ ചെയ്തത്? കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റിയോ? കമ്പയർ ചെയ്യുമ്പോൾ പേടി കുറഞ്ഞു. ആദ്യത്തെ എക്സാം ഭയങ്കര പാനിക്കായിട്ട് എഴുതിയ, അത്യാവശ്യം പേടി കുറഞ്ഞു. ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ലല്ലോ. ഓ എന്തായാലും ഉണ്ട്. പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നതായിട്ട് റീസണിങ് നമ്മുടെ സാറിൻ്റെ റീസണിങ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മൊത്തത്തിൽ കൊള്ളാം, എന്തായാലും സീനില്ല. ഇനി നെക്സ്റ്റ് ടൈം പൊളിക്കും, അടിച്ചു പൊളിക്കും.